ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മസാല ഉണ്ടാക്കും. എന്നിട്ട് ആ മസാല വെച്ചിട്ടാണ് ഈ ബോണ്ടി ഉണ്ടാക്കുന്നത്. ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർക്കാം. പിന്നെ പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഇഞ്ചി ചതച്ചിട്ട് കട്ട പോലെ കിടക്കാണ്ട് അത് അല്ലി പോലെ വിടർത്തിയിടണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം വേണം. ഇനി ഇതിലേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കായത്തിന്റെ പൊടി. കായത്തിന്റെ പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളവും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ബോണ്ടി ആക്കാന്ന്. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുങ്ങിയെടുത്തേക്കണ ഉരുളക്കിഴങ്ങ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് ജീരകം ചേർക്കാം. ജീരകം പൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചാൽ സവോള ചേർക്കാം, പച്ചമുളക് ചേർക്കാം, ഇഞ്ചി ചേർക്കാം, കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ പതുക്കെ ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. ഈ സവോളയ്ക്ക് ഒന്ന് വഴന്നാൽ മതി. ഈ സവോളയും പച്ചമുളകൊക്കെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറുതായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രം ഇല്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇത് മിക്സായി പോവുള്ളൂ. ഇപ്പോൾ സവോളയ്ക്ക് ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചേക്കണം ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർക്കാം. അത് ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം തന്നെ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബോണ്ട നമ്മൾ കഴിക്കുമ്പോൾ ഇനി ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തെ കോട്ടിങ് നല്ലൊരു ബ്രൗൺ കളറായിട്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിലെ മസാല ഒരു വൈറ്റ് കളറായിട്ടിരിക്കും. അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനി പച്ചമുളക് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാത്തത്. ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാലയ്ക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാം. ഇനി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് കടലപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് നല്ല തിക്ക് ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബോണ്ടി ഉണ്ടാക്കാം. ഈ ബോണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ മസാലയിൽ നിന്ന് ഓരോ ചെറിയ ഉരുളിയാക്കിയിട്ട് എടുക്കുക. ഇതേപോലെ ഏറ്റവും ആദ്യം 2-3 ബോൾ ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ
ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ബോൾ മാറ്റി വയ്ക്കാം. ഇനി എടുത്തിട്ട് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക. ഈ ബാറ്ററിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കൂടെ ഈ ബാറ്ററി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതെടുത്തിട്ട് ചൂടായ ഓയിലിലേക്ക് ഇടാം. മുരിഞ്ഞിട്ടുണ്ട്. ഈ മറ്റേ സൈഡ് തിരിച്ചിടാം. ബോണ്ട രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള ബോണ്ടയും ഇങ്ങനെ തന്നെ വറുത്തെടുക്കുക. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക.